അല്ല, ഈ വന്ന കാലഘട്ടത്തിന്റെ മാറ്റങ്ങളുണ്ടല്ലോ സാർ, സിനിമയ്ക്കും സിനിമയുടെ പ്രേക്ഷകരിലും മാറ്റങ്ങൾ ഒത്തിരി ഫീൽ ചെയ്യുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ മാറ്റമൊന്നും തോന്നുന്നില്ല. ഇല്ല, നമ്മളിപ്പോൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിക്കുക, നമ്മളിവിടുന്ന് ലോങ് ട്രിപ്പ് പോവാണ്, 6000 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോവുകയാണ്. സോ നിങ്ങളുടെ യാത്രയ്ക്ക് എന്ത് വ്യത്യാസം ഉണ്ടാവുക? ഇഫ് യു തുടക്കം മുതൽ നിങ്ങൾക്കത് ആസ്വദിക്കാൻ സാധിച്ചാൽ, ഞാൻ ആസ്വാദനം എന്നാണ് പറയുന്നത്. ഞാൻ ജീവിതം എൻ്റേത് ഇതൊരു സിനിമ പോലെയാണ്. നമ്മുടെ ജീവിതം എല്ലാം ഒരു സിനിമയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന ചിലപ്പോൾ സ്റ്റണ്ടായിരിക്കും, എനിക്കറിയില്ല, അല്ലെങ്കിൽ റൊമാൻസ് ആയിരിക്കും. അപ്പം നമ്മൾ ദിവസവും സ്ക്രിപ്റ്റ് എഴുതില്ല ചെയ്യുന്നത്. ഓരോ സമയത്തും നമ്മൾ പ്രിപ്പയർഡ് ആവില്ല ചെയ്യുന്നത്. ജീവിതം തന്നെയല്ലേ തിരക്കഥ എന്ന് പറയുന്നത്. ഞാൻ തിരക്കഥ ജനിച്ചെന്ന് മുതൽ എഴുതാൻ തുടങ്ങിയ ആളാണ്. എൻ്റെ തിരക്കഥ കണ്ടും പഠിച്ചും മനസ്സിലാക്കിയിട്ടും. ഇപ്പോൾ നമ്മൾ സിനിമയിലേക്ക് വരിക, അക്കമ്മ കണ്ടുമുട്ടുന്നൊരു കഥാപാത്രത്തിന് അക്കമ്മ കണ്ടു കഴിഞ്ഞ ശേഷം അക്കമ്മ ബിഹേവ് ചെയ്യുന്ന വേറെ വിധത്തിലല്ലേ. അപ്പോൾ അവിടുന്ന് അക്കമ്മയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്, അല്ലാണ്ട് ഞാനല്ല. അപ്പോൾ ആ സമയം മുതൽ അക്കമ്മയുടെ സ്ക്രിപ്റ്റ് തന്നു തുടങ്ങി. അക്കമ്മയുടെ സ്ക്രിപ്റ്റ് കാണുമ്പോഴാണ് മറ്റേ ആൾ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെയാണ് സിനിമയാവുന്നത്. ഏതും അങ്ങനെയല്ല. അല്ലാണ്ട് പർട്ടിക്കുലർ ആൾ, ഇപ്പം ഞാൻ മാത്രം ഇരുന്നുകൊണ്ട് എനിക്കൊരു സിനിമ എഴുതാൻ പറ്റില്ല. ക്യാരക്ടേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്യണം, അല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റുക? ഞാൻ മഴവിൽക്കാവടി എഴുതുന്ന സമയത്ത് അതിലൊരു മീശയില്ല വാസു എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. അയാൾ കുറച്ച് നേരം എന്നെ കാത്തു നിന്നിട്ട് ദേഷ്യം പിടിച്ച് എൻ്റെ അടുത്തേക്ക് കയറി വന്നതാണ്. എൻ്റെ അടുത്തേക്ക് വന്ന് അവിടെ ഇരുന്നിട്ട് എന്ന് വെച്ചാൽ പുറത്ത് കാത്തുനിന്ന് സഹിക്കാൻ പറ്റാതെ അപ്പോൾ അയാൾ എൻ്റെ അടുത്തേക്ക് ഉള്ളിലേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് ഡയലോഗ് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയതാണ്. ഇത് ഞാൻ പറഞ്ഞാൽ സത്യന് വേഗം മനസ്സിലാകും. അങ്ങനെയൊക്കെയാണ്. ഞാൻ പലപ്പോഴും ഷാനവാസോണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇത് എഴുതുന്ന സമയത്തൊക്കെ വിളിക്കും. ഉച്ചയ്ക്ക് പറഞ്ഞായിരിക്കില്ല ഞാൻ വൈകുന്നേരം പറയും. ഞാൻ വീട്ടിൽ എൻ്റെ കഥ മനസ്സിലുണ്ടാകുമ്പോൾ കഥ ചിലപ്പോൾ മോൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അനിയത്തിയും ജ്യേഷ്ഠനൊക്കെയാണ് ഇത് കേൾക്കാറ്. അമ്മ കേൾക്കും, അമ്മ പറയും. അപ്പം കുറച്ച് കഴിയുമ്പം ചിലപ്പോൾ മറന്നു പോകും ഞാൻ. അപ്പം ഞാൻ അമ്മയോട് ചോദിക്കും, എന്തേലും അമ്മ ഞാൻ പറഞ്ഞത്. അപ്പം അമ്മ ഓർമ്മിച്ച് പറയും. അപ്പോൾ അപ്പോഴാണ് ഓർമ്മിക്കുക. അപ്പോഴാണ് നമ്മൾ സാധനങ്ങൾ ആലോചിക്കുമോ, നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ പെട്ടെന്ന് കൃഷ്ണൻകുട്ടിയെ കാണാനില്ല, കൃഷ്ണൻകുട്ടി ഇവിടെ പോയി, അയാൾ കൃഷ്ണൻകുട്ടി, അപ്പോൾ അയാളുടെ കൂടെ ഇറങ്ങിപ്പോയ ആളാരാണ്, അത് മറ്റേ ഇവനല്ലേ എന്ന് ചോദിക്കുന്നത്. അതുപോലെ നമ്മളെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ജീവിതം അങ്ങനെയല്ലേ സുഹൃത്തേ? തീർച്ചയായിട്ടും. നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് വൈകുന്നേരം വല്ല സ്ക്രിപ്റ്റ് എഴുതിയിട്ട് രാത്രി കിടന്നുറങ്ങല്ലേ ചെയ്യുന്നത്? അല്ല, ഇതൊരു പാഠപുസ്തകമല്ല, ഒരു യൂണിവേഴ്സിറ്റി ആണല്ലോ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കാൻ നമുക്കുണ്ട്. ബോഡി ഓഫ് വർക്ക് എക്സ്പീരിയൻസ്. അല്ല, മഴവിൽക്കാവടിയിൽ ആ സാധനം പറഞ്ഞതാണ്, അത് പെട്ടെന്നൊരു സാധനം കയറി വന്നതേ. ഇവിടെയാണ് പിന്നെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴുള്ള എഴുത്തുകാരെയും നേരത്തുള്ള എഴുത്തുകാരെയും തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഇതിൽ നിന്നും ഞാൻ വിശ്വസിക്കുന്നു. അവരാണെല്ലാം എന്നൊരു ധാർഷ്ട്യവും അവരാണെല്ലാം എന്നുള്ളത്. പക്ഷെ നല്ല എഴുത്തുകാരാണ്. പക്ഷെ അവിടെയൊക്കെ വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളിലും നമ്മൾ ആ ക്യാരക്ടർ അവിടെ ചെന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നാണ് പറഞ്ഞ ഡയലോഗ്. അത് വലിയൊരു പോയിന്റാണല്ലോ. അല്ല, പൂർണ്ണിമയെ കണ്ടെഴുതുമ്പോൾ അക്കമ്മ പറയുവാണ് ഇത് എഴുത് എന്ന് പറയുന്നവർ. അങ്ങനെ പറയാൻ ആരാണ് രംഗൂറ്റം കാണുന്നത്? ഇത് ഞാൻ എഴുതിയാന്നല്ല പറയുന്നത്. ഐ തിങ്ക് ആ കമ്പാരിസൺ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വരുത്തേണ്ട കാര്യമില്ല. കാരണം അത് നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഈ കമ്പാരിസൺ എന്നൊക്കെ പറയുന്നത്, അല്ലേ? ഓരോരുത്തർക്ക് അവരുടേതായ ശൈലിയുണ്ട്, അതാണ് അവരുടെ ചൈതന്യം. സാറിന്റെ സ്ക്രിപ്റ്റിന്റെ ചൈതന്യം എന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെത് പാലേരിസം എന്നാണ് നമ്മൾ പറയുക അതിന്. ദാറ്റ്സ് എസ് ഐഡന്റിറ്റി. അദ്ദേഹം കൺസീവ് ചെയ്യുന്ന, അദ്ദേഹം കാര്യങ്ങളെ കാണുന്ന രീതി എല്ലാം. അപ്പോൾ അത് വേറൊരാളെ തന്ന് മെച്ചപ്പെട്ടതാണ് മോശപ്പെട്ടതാണ് എന്നൊരു രീതിയിലോട്ട് നമ്മൾ പോകാതെ, അത് നമുക്ക് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അത് കാരണം ഉണ്ടായത്. കലയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു കാലഘട്ടം. എത്രയോ സിനിമകൾ, ക്ലാസിക്സ് എടുത്തു കഴിഞ്ഞാൽ എത്രയോ സിനിമകളുണ്ട് സാറിൻ്റേത്, അല്ലേ? അപ്പോൾ അത് ആ ഒരു രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ എനിക്കൊന്ന് സാറായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ് ആവുക. സാറിൻ്റെ ആ ചോദ്യത്തിന് സാറിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇപ്പോഴത്തെ എല്ലാ സിനിമകളും ഞാൻ കാണും. എനിക്ക് ഒരുപാട് സിനിമകൾ ഇഷ്ടമാണ്. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ട് നമ്മൾക്ക്. പുതിയ തലമുറ എന്നൊക്കെ പറയുന്നില്ലേ? പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഞാനും 2024 ഒരു ഫ്രഷ് ജനറേഷനല്ലേ ഞാൻ, അല്ലേ? പുതിയ തലമുറ പഴയ തലമുറ അതും റോങ് കൺസെപ്റ്റാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ, അതും നിങ്ങളെങ്ങനെയാണ് പഴയ ബ്രാൻഡാന്ന് പറയുക? നോ, ദേ ആർ ഓൾസോ സെയിം
ബ്രാൻഡ് ആക്ച്വലി. നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടാണ് അവരങ്ങനെ ആക്കുന്നത്. നമ്മൾ ഏത് കാലത്താണോ നിൽക്കുന്നത്, നമ്മളെല്ലാവരും ന്യൂ ആണ്. പഴയ അങ്ങനെ ചിന്തിക്കുന്ന അർത്ഥമില്ല. സോ ഞാൻ ഒരുപാട് പുതിയ ഈ യങ്സ്റ്റേഴ്സായിട്ട് പ്രായം കൊണ്ട് താഴെ നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രായം കൊണ്ട് എൻ്റെ അടുത്ത് ഓടിയെത്താൻ പറ്റാത്ത ഒരുപാട് യങ്സ്റ്റേഴ്സിനായിട്ടും എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. എനിക്ക് അവരെയൊക്കെ തന്നെ ബഹുമാനവും സ്നേഹവുമാണ്. ഞാൻ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെല്ലാവരും വളരെയേറെ അത്ഭുതമായിട്ട് പലതും ചിന്തിക്കുന്നുണ്ട്. അത്ഭുതം തോന്നും നമ്മൾക്ക്. അപ്പോൾ അവരൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഫിലിം ഉണ്ടാക്കുന്നുണ്ട്, കഥകൾ എഴുതുന്നുണ്ട്, സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. ആരും എനിക്ക് ഒന്നും മോശമായിട്ട് തോന്നിയിട്ടില്ല. പണ്ട് എങ്ങനെയായിരുന്നോ എൻ്റെ ഓർമ്മയിൽ, ഞാൻ ആദ്യ കാലങ്ങളിൽ സിനിമ തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഇന്നും ഉണ്ട്. പക്ഷെ അതിൻ്റേതായ സ്വഭാവത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. സ്നേഹവും വാത്സല്യവും റെസ്പെക്റ്റും എല്ലാം ഉണ്ട്. പണ്ട് തെങ്ങിൻ്റെ മുകളിൽ കയറി കള്ളെടുത്ത് കുടിക്കുമായിരുന്നു. ഇപ്പം അടുത്ത കടയിൽ പോയിട്ട് എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിക്കും. അത്രയേ ഉള്ളൂ. ഞാൻ ആദ്യകാലത്ത് വർക്ക് ചെയ്ത സിനിമകളിൽ ആ യൂണിറ്റിലുണ്ടായിരുന്ന എത്ര പേര് ലഹരി ഉപയോഗിക്കുമായിരുന്നു. അത് സിനിമ യൂണിറ്റ് ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് ഞാൻ നാടകത്തിലായിരുന്നെങ്കിൽ അവിടെ ഉണ്ടാവും ആൾക്കാർ, നാടകത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. ഇനി ഇതൊന്നും അല്ലാതെ ഞാൻ വല്ല സമ്മേളനത്തിനാണ് പോയതെങ്കിൽ അതിനകത്തിരുന്ന് എത്ര ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും. സോ ഗ്യാതറിങ് എന്ന് പറയുന്നിടത്ത് അതിൻ്റെതായ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അസ്വസ്ഥതകളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും. ചില തിരക്ക് പിടിച്ച് നിന്ന് ധൃതി പിടിക്കുമ്പം ഉടനെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആൾക്ക് വയറുവേദന ഉണ്ടാവും. അപ്പോൾ അവൻ ശപിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും പോയിട്ട് പണിയെടുക്കുന്നുണ്ടാവുക. പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ജീവിതവും പരസ്പരം അറിയാത്ത ജീവിതവും ഉണ്ട്. സിനിമയ്ക്ക് പ്രത്യേകിച്ചും പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ജീവിതമാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ അവിടെ ഒരു ക്രിയേഷനാണ് നടക്കുന്നത്. ക്രിയേഷൻ നടക്കുമ്പം പൂർണ്ണമായി അതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരാളുണ്ടെങ്കിൽ അത് തുറന്ന് മനസ്സിലാക്കാനോ ഹെൽപ്പ് ചെയ്യാനും പറ്റണം. ഇപ്പം എത്രയൊക്കെ ദിവസങ്ങളിൽ തലവേദന വന്നിട്ടോ അല്ലെങ്കിൽ വിശന്നിട്ടോ ആൾക്കാർ ഇരുന്നിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പണ്ടത്തെ അങ്ങനെയൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഭക്ഷണം തരുന്ന ആളോട് ഞാൻ നിങ്ങൾ കഴിച്ചോന്ന് ചോദിച്ചു, അറിയാതെ ചോദിക്കും. അത് ഡിഫോൾട്ടാണ് എൻ്റെ ബ്രെയിനിൽ. അത് എവിടെയായാലും ശീലിച്ചു പോകുന്നതാണ്. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഒരു തവണ കൊല്ലത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയോ. അപ്പോൾ എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ട്, സ്ത്രീകളാണ് വിളമ്പുന്നത്. അപ്പോൾ അവിടെ ഒരു ഇത്തിരി പ്രായമുള്ള സ്ത്രീയാണ് എനിക്ക് വിളമ്പുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ അമ്മ കഴിച്ചോ എന്ന് ചോദിച്ചു. ആ സ്ത്രീ കരഞ്ഞു പോയി. സെക്കൻഡ് കൊണ്ട് ആ സ്ത്രീ കരഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ വല്ലാതെ. അപ്പോൾ അവർ പറഞ്ഞു എന്നോട് ആരും ചോദിക്കാറില്ല സാർ. അങ്ങനെ നമ്മൾ അറിയാണ്ട് സംഭവിച്ചു. ജീവിതം ഭയങ്കര രസം. നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കുന്നില്ല. ഒരാളെയും നമുക്ക് വേദനിപ്പിക്കാൻ തോന്നില്ല. ഒരു ചോദ്യം പോലും ചോദിച്ച് വേദനിപ്പിക്കാൻ തോന്നില്ല. അങ്ങനെ തോന്നുന്നത് ഒരുതരം ഒരു അധമത്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവില്ല. അപ്പം നമ്മൾ ചോദിക്കുക, ഇപ്പോൾ ഇതിൽ തന്നെ ഈ സിനിമയിൽ തന്നെ ആൾക്കാരെ ഉപദ്രവിക്കുന്ന വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അത് നമ്മൾ അതിൻ്റെ റെപ്ലിക്ക കൊണ്ടുവരുന്നതാണ്. അവൻ്റെ സങ്കടങ്ങൾ അവനെ അറിയുള്ളൂ. സാറിന്റെ കണ്ണാടിയിലൂടെ കഥാപാത്രങ്ങളെ കാണുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര എല്ലാ കഥാപാത്രങ്ങൾക്കും കുറച്ചൊരു പൊടിക്ക് എക്സെൻട്രിസിറ്റി ഇല്ലേന്ന് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ തോന്നും. കാരണം അത് ഇന്നത്തെ തലമുറയുടെ, നേരത്തെ സാറ് പറഞ്ഞല്ലേ, ഇന്നത്തെ തലമുറയുടെ ജഡ്ജ്മെന്റ് വെച്ച് നോക്കുകയാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ എന്തെങ്കിലും രീതിയിൽ എക്സെൻട്രിസിറ്റീസ് ഉണ്ടല്ലേ. അത് നമ്മളല്ല കൂടുതൽ അറിയുന്നത്, നമ്മുടെ ചുറ്റുമുള്ളവരാണ് കൂടുതൽ അറിയുന്നത് എന്നുള്ളതാണ് സാരം. അപ്പോൾ ഈ സിനിമയിൽ അതുപോലെ തന്നെയുള്ള നേരത്തെ സാറ് തുടങ്ങിയപ്പോൾ സംസാരിച്ചൊരു കാര്യമുണ്ട്, പ്രണയത്തെക്കുറിച്ച്. അത് പ്രണയം എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ളത് മാത്രമല്ല, അതായുള്ള പ്രണയങ്ങളുണ്ട്. കാവ്യാത്മകമായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണാൻ വന്നു കഴിഞ്ഞാൽ ചന്ദ്രന് രാത്രിയോടുള്ള പ്രണയം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ മനുഷ്യന് ചന്ദ്രനോടുള്ള പ്രണയം എന്ന് പറയുന്നത് പോലെ അല്ലേ. അപ്പം അതെല്ലാം ഈ സിനിമയിലുണ്ട്. ചന്ദ്രൻ, രാത്രി, ഇടിവെട്ട്, കട്ടിൽ, എല്ലാത്തിനും പ്രണയത്തോടു കൂടിയാണ് സാർ എല്ലാവരെയും കാണുന്നത്. അപ്പം ആ ഒരു ഓമനത്വം ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സിനും ടൈറ്റിലിനെ പോലെ തന്നെ കഥാപാത്രങ്ങളിലും അവരുടെ ബാക്ക് സ്റ്റോറിയിലും അവരുടെ യാത്രയിലും അവരെന്ന മനുഷ്യർ അവരുടെ ജനറൽ എക്സിസ്റ്റൻസിലും അതെല്ലാം ഉണ്ട്. കാരണം പാലേറിസം എന്ന് നമ്മൾ നേരത്തെ സാറ് പറഞ്ഞ കാര്യത്തിന് നമ്മൾ ഷാനവാസ് പറയുന്ന വാക്കാണ് പാലേറിസം. അദ്ദേഹത്തിൻ്റെ പേനയിലൂടെ വരുന്ന എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു അംശമുണ്ട്. ഇപ്പോഴും ഞാൻ അക്കമ്മയിൽ എനിക്ക് പാലേരി സാറിൻ്റെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അക്കമ്മയ്ക്ക് എല്ലാവരോടും സ്നേഹമാണ്. അക്കമ്മ എല്ലാവരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് എല്ലാ സിറ്റുവേഷനോടും അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ശരിക്കും ക്യാരക്ടർ വായിക്കുമ്പോൾ
വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കിപ്പം പലതരം സിനിമകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ തന്നെ ഇത്ര വ്യത്യസ്തമായി ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാം. പക്ഷെ അതുപോലെ കഥാപാത്രങ്ങൾ കയ്യിൽ വന്ന് വീഴുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ എത്തണം നമ്മുടെ കയ്യിലേക്ക്. അതെ, അത് എത്തണം. അതൊരു ദൈവാനുഗ്രഹമാണ്. അപ്പം അത് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്കത് നമ്മളാൽ കഴിയുന്ന പറ്റുന്ന ഏറ്റവും മിനിമമായിട്ട് ചെയ്യേണ്ടത് അവനവൻ്റെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടുള്ളൂ. അങ്ങനെ കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊരു സന്തോഷമാണ്. സാറിൻ്റെ ഞാൻ എപ്പോഴും പറയാം, പേന എഴുതുന്ന വ്യക്തിയുടെ അവരുടെ പേനയിലൂടെ ഉരുപ്പെടുന്ന കഥാപാത്രങ്ങൾക്ക് മുഖവും ശരീരവും കണ്ടു കഴിയുമ്പോൾ ആ എഴുതിയതിൻ്റെ ചൈതന്യവും ആ പെർഫോമൻസ് ഒരേപോലെ മീറ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഒരു തീർച്ചയായിട്ടും അതെ, അതൊരു നമുക്ക് മനസ്സിലുണ്ടാവുന്ന സന്തോഷം വലുത് തന്നെയാണ്. വലിയ കോൺഫിഡൻസ് തരും അത്. പിന്നെ തീർച്ചയായിട്ടും വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് തരുന്നൊരു നമ്മൾ ചെയ്തതിൻ്റെ ഒരു അക്സെപ്റ്റൻസ്, അത് വേറെ ആരും ഇല്ലെങ്കിൽ സാറിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് ആദ്യത്തെ അക്സെപ്റ്റൻസ് വേണ്ടതല്ലേ. അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത കഥാപാത്രമാണ്. അദ്ദേഹം വേറെ ആർക്ക് ബോധിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് ബോധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇതിൻ്റെ പേര് കൗതുകമാണ് അല്ലേ? പേര് ഭയങ്കര കൗതുകമായിട്ട് എനിക്ക് തോന്നി. ഒരു കട്ടിലൊരു അല്ലേ? അത്തരം ഒരു പേരിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എഴുതുമ്പോൾ പേര് എഴുതുമ്പോഴേ ഞാൻ എഴുതിയതാണ്. അതെ അല്ലേ? ഒരു കട്ടിലൊരു മുറി നമ്മൾ വായിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ ഹായ് അല്ല, ഒരു കൗതുകം തോന്നി. എനിക്കും ആ പേരിനോട് വലിയ കൗതുകം തോന്നി. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് പറഞ്ഞു പോകുന്നത് ഇങ്ങനെ തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നൊരു യാത്രയുണ്ട് സിനിമയുടെ. ആ യാത്ര അങ്ങനെ നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഈ പേരിലൂടെ. അങ്ങനെ അപൂർവം കിട്ടാറുള്ളൂ. എപ്പോഴും നമ്മുടെ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നതും വ്യക്തിക്കൊരു പേരിടുന്നുണ്ടല്ലോ എപ്പോഴും. ആ പേര് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു ആകത്തുക നമുക്ക് ചിലപ്പം തന്നിരിക്കും. അങ്ങനെയുണ്ട്, പേരുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അതേപോലെയാണ് സിനിമയുടെ കഥകൾക്കൊക്കെ ടൈറ്റിൽ ചെയ്യാന്ന് പറയുമ്പോഴും അത് വന്ന് വരണം, അല്ലാണ്ട് ബോധപൂർവ്വം ഫോഴ്സ്ഫുള്ളായിട്ട് വരാൻ പാടില്ല. പലർക്കും ചില സമയങ്ങളിൽ പെട്ടെന്നൊരു അക്സെപ്റ്റൻസ് കിട്ടണമെന്നില്ല, സ്വീകാര്യത ഉണ്ടാവണമെന്നില്ല. പക്ഷേ പതുക്കെ അതിലേക്ക് കയറിക്കഴിഞ്ഞാൽ ചിലപ്പം അങ്ങോട്ട് അത് പിടിച്ചു നിൽക്കും. ഞാൻ പേരെഴുതാതെ സ്ക്രിപ്റ്റ് അപൂർവ്വം ചെയ്തിട്ടുള്ളൂ. അതല്ലേ? ചില തുടക്കത്തിൽ ആദ്യം പേര് എഴുതി അങ്ങനെയാണോ അതോ അതിന്റെ ടൈറ്റിൽ വരും മനസ്സിലാദ്യം വരും? അതങ്ങനെ കഥ നമ്മളിപ്പം മനസ്സിലാദ്യം നമ്മൾ കഥ ഇങ്ങനെ കംപ്ലീറ്റ് ചിന്തിക്കുമല്ലോ, ചിന്തിച്ച് അങ്ങനെ ഇടയിൽ എപ്പോഴെങ്കിലും വന്ന് വരും. പൊന്മുട്ടിടുന്ന താറാവാണ് എൻ്റെ സങ്കടം. പൊന്മുട്ടിടുന്ന തട്ടാൻ എന്നായിരുന്നു അതിൻ്റെ പേര്. അല്ല, അങ്ങനെയായിരുന്നല്ലോ പേര്. അതെ, പക്ഷെ അത് ഒരു ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ആവശ്യമില്ലാത്തൊരു ഇഷ്യൂ ആണ്. പിന്നീടാണ് അവർക്ക് മനസ്സിലായതല്ല എന്നുള്ളത്. ഇന്നലെ അന്നും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അന്ന് ഇഷ്യൂസ് എപ്പോഴും ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒരു മാങ്ങ മാവിൻ്റെ മുകളിൽ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയാണെന്ന് തോന്നുന്ന അത്രയും ആൾക്കാരില്ലേ? അന്ന് പൂർണ്ണ വളർച്ചയെത്താനോ അല്ലെങ്കിൽ ഇതാവാനോ കാത്തിരിക്കില്ലല്ലോ. ഒന്ന് എറിയാൻ തോന്നും പലർക്കും. അതെ അതെ അതെ. വെറുതെ എറിഞ്ഞ് നിലത്തിട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, അതിനെ തഴുകുന്ന ആൾക്കാരുണ്ട്, അതിനെ എന്താ പറയുക പലതും ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവസരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ സാഫല്യം എന്ന് പറയുന്നത് അത് പൂർണ്ണ വളർച്ചയെത്തിയിട്ട് കഴിക്കുമ്പോഴല്ല അതിന് പേര് നഷ്ടപ്പെട്ട ഭയങ്കര സങ്കടമായിരുന്നു അല്ലേ? സങ്കടമല്ല, എനിക്ക് ചിരിയാ വന്നത്. പൊന്മുട്ടിടുന്ന തട്ടാൻ എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. അതിലും നല്ലൊരു എൻ്റെ മനസ്സിലെ കൺസെപ്റ്റിൽ അതില്ല. അതിൻ്റെ തുടക്കം തന്നെ അങ്ങനെയായിരുന്നു. പണ്ട് എവിടെയോ ഒരു പൊന്ന് തട്ടാനുണ്ടായിരുന്നു. അവൻ ആരോടും പറയാതെ ആരോരും അറിയാതെ പ്രപഞ്ചത്തിൻ്റെ അങ്ങേ കോണിൽ ഭംഗിയുള്ളൊരു പൊന്മുട്ടയിട്ടു. അതാണ് പടം തുടങ്ങുന്നത്. അത് ഈശ്വരനാണ്. ഞാൻ കണ്ട തട്ടാൻ ഈശ്വരനാണ്. അതൊരു യൂണിവേഴ്സൽ സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആ പടം ഇറങ്ങുന്ന സമയത്ത് അതെന്താണെന്ന് പോലും അറിയാൻ കാത്തു നിൽക്കാതെ പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന് കേട്ടപ്പോൾ അതിൽ തട്ടാനാണ് ഞാനെന്ന് വിചാരിക്കുന്ന കുറച്ച് പേരിൽ ഏതോ ഒരാൾ അയാൾ കുത്തിരുന്ന് മുട്ടയിടുന്നതാണ് അയാൾ മനസ്സിൽ കണ്ടത് എന്ന് പറയുമ്പോൾ അദ്ദേഹം എവിടെ കിടക്കുന്നു? അവനോട് ഞാൻ എന്ത് പറയാനാ? അവനെ വിളിച്ചിട്ട് ഞാൻ ഈശ്വരനാണ് മുട്ടയിടുന്നത് പറഞ്ഞാൽ ഈശ്വരൻ മുട്ടയിടുമെന്ന് ചോദിക്കില്ലല്ലോ. പിന്നെ അവനോട് ഞാൻ ഭൂമി ഉരുണ്ടതാണെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു നിങ്ങളാരാണോ പറയാമെന്ന് ചോദിക്കില്ലേ? പിന്നെ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കാൻ എനിക്കിവിടെ സമയം, എനിക്ക് എന്തൊക്കെ പണിയുണ്ട്, എനിക്ക് അടുത്ത നിമിഷത്തിലേക്ക് കടക്കണ്ടേ. ഇപ്പം ഇവിടെ വന്ന് ഇരുന്ന നിങ്ങളല്ല ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾ വളരെയാണ്.
ഇവിടെ വന്നിരുന്ന ആളല്ല അക്കമ്മ, ഈ ഞാൻ. നമ്മൾ ഇത് കഴിഞ്ഞ് തീരുമ്പോൾ നമ്മൾ ഈ വന്നിരുന്ന നമ്മൾ എല്ലാം ഇല്ലാണ്ടായി. നമ്മൾ പുതിയ ആൾക്കാരാണ്. ആ ഫ്രഷ്നെസ്സല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോഴേക്കും ഇതിനൊരു മെറ്റീരിയൽ വാല്യൂവിൽ നമ്മൾ കാണുമ്പോഴേ ആ തട്ടാൻ എന്ന് പറഞ്ഞ പടം പിന്നെ ബേസിക് പ്രോബ്ലം എന്താണ്, ഇതിൻ്റെ സാമ്പത്തികം, ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഉടനെ തന്നെ അപ്പോഴേക്കും ഞങ്ങൾ ഇതൊക്കെ അടിച്ച് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോഴേ പൊന്മുട്ട താറാവെന്നാക്കാമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ താറാവാക്കി. അതൊരു പഴയ കഥയാണ്. ആരോ ഏതോ ഒരു മുമ്പ് ആരോ പറഞ്ഞു കേട്ട ഒരു ഒരു ഫെയറി ടെയിലാണത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, സത്യൻ എന്ത് ചെയ്തു, അതിൻ്റെ താറാവ് എന്നുള്ള വേറൊരു ഇതുണ്ടാക്കിയിട്ട് ഈ പൊന്മുട തട്ടാൻ ഒട്ടിച്ചിരിക്കുന്ന എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് ആ തട്ടാൻ്റെ മുകളിൽ താറാവ് ഒട്ടിച്ചു. അപ്പോഴും ആൾക്കാരെന്താ പറയുന്നത്, തട്ടാൻ നല്ലേ, കാരണം തട്ടാൻ പുറത്തേക്ക് കാണുന്നുണ്ട്, അതിൻ്റെ മുകളിൽ താറാവ് ഒട്ടിച്ചു. എന്നിട്ട് സത്യൻ പരസ്യം കൊടുത്തു, താറാവുകൾ പ്രതിഷേധിക്കില്ലെന്ന് വിചാരിക്കുന്നു. അവിടെ ആ ഹൈറ്റിലേക്ക് എത്തിക്കണം എനിക്ക് ഈ മുട്ടയിട്ടു എന്ന് ചിന്തിക്കുന്ന ഒരാളോട്. മനസ്സിലായി. നമ്മളെവിടെ ആരോടാ ഫൈറ്റ് ചെയ്യുക? ഒരു വലിയ കൽവെട്ട് കുഴിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന നമ്മൾ താഴേക്ക് നോക്കിയിട്ട് അവിടെ താഴത്ത് ഇങ്ങനെ ഇതാക്കി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് എതിർത്ത് നിൽക്കുന്ന ഒരാളോട് എങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് അവിടെ ഇറങ്ങി ചെല്ലേണ്ടത്? നമ്മൾ അയാൾക്കൊട്ട് കയറി വരാനും പറ്റില്ല. ഈ കുത്തിരുന്ന് മുട്ടയിട്ടൊന്ന് ചിന്തിക്കുന്ന ഒരു തട്ടാനോട് എനിക്കൊരിക്കലും സംവേദിക്കാൻ പറ്റില്ല. അയാളുടെ സാരില്ല ശരി, ആ മുട്ട വേണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് ഞാൻ ചിരിക്കുകയാണ് ചെയ്തത്. കാരണം അതാണ് ശരിക്കും കാലത്തിന് മുമ്പേ വന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ല, ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നം നടന്നത്, ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നം പാട്ട് വരെ സെൻസർ ചെയ്തിട്ടു, പിന്നീട് അത് ഭാരതത്തിൽ നിന്നും എടുത്തു കളയാം, ഒരു സർക്കാർ ഉൽപ്പന്നമാക്കി. ഈ പറഞ്ഞ അവർ കൊണ്ട് ലാൽ ജോസ് ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് എൻ്റെ മുകളിൽ സർക്കാർ ഉൽപ്പന്നം ഒട്ടിക്കേണ്ട. നമ്മളുടെ ഇതൊന്നും രാജ്യത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ ജനങ്ങളുടെയോ പ്രശ്നമല്ല. നമ്മളെ ഓരോ ജോലികൾ ഏൽപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അതിൽ കുറേ വ്യക്തികളുണ്ട്. അവരുടെ മനോനില എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഈ തട്ടാനിൽ തന്നെ സെൻസർ ബോർഡിലെ പടം കാണിച്ചപ്പോഴേ അതിലവസാനം അച്ഛൻ ചോദിക്കുന്നുണ്ട്, കൃഷ്ണകുട്ടിനാരുടെ ക്യാരക്ടർ, ഈ സ്വർണ്ണത്തിൽ ചെമ്പ് തേച്ച് കൊടുക്കാനുള്ള ബുദ്ധി നിനക്ക് ആര് തന്നു എന്ന് ചോദിക്കുന്നു. എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പം അച്ഛൻ അമ്മയ്ക്ക് കൊടുത്തൊക്കെ ചെമ്പല്ലേ എന്ന് മോൻ പറയുന്നുണ്ട്. അതിനകത്തൊക്കെ ഒരുപാട്, ആ ഡയലോഗിനകത്തൊക്കെ ഒരുപാട് സാരാംശങ്ങളുണ്ട്. അത് മാറ്റണം എന്ന് പറഞ്ഞു, ആ ഡയലോഗ് എടുത്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്തിനാണ്? അത് തട്ടാന്മാരെ അധിക്ഷേപിക്കുന്ന പോലെയാണെന്ന് ഒരാൾ പറഞ്ഞു. പക്ഷെ അയാളെ എന്ത് ചെയ്യാനാണ്? നമ്മുടെ കഷ്ടകാലത്തിന് അയാളാണ് ഈ സെൻസർ ഓഫീസിലേക്ക് വന്നിരിക്കുന്ന ഒരാൾ, ഒരു കൃഷ്ണൻകുട്ടി. ഈ കൃഷ്ണൻകുട്ടീനെ ഞാനെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക? അത് നമ്മുടെ പ്രശ്നമാണ്, അത് നമ്മളുണ്ടാക്കിയ പ്രശ്നമാണ്. ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിലൊരു ബഡ്ക്കൂസിനെ വെച്ചു. ആ ബഡ്ക്കൂസിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം അയാൾ സൈൻ ചെയ്താലേ നമുക്കത് പുറത്തെടുക്കാൻ പറ്റൂ. ഇയാളെ പഠിപ്പിക്കുക എന്നുള്ളത് സിനിമ എഴുതുന്നതിനേക്കാളും വിഷമമാണ്. അപ്പം അയാളെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന എന്താ നിങ്ങൾ സർട്ടിഫിക്കറ്റ് തരണ്ടെന്ന് എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു. ഞാൻ വേറെ ആളടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ തന്നു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് മണ്ടത്തരമാണ് ഈ ചിന്തിക്കുന്നത് മുഴുവൻ. ഇങ്ങനെ കുറേ മണ്ടന്മാരെ നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ കാര്യം കഷ്ടമല്ലേ? നിങ്ങൾ ഒരു വീട് പണിയാൻ ഒരാളെ ഏൽപ്പിച്ചു, ഡ്രോയിങ് ഒക്കെ കൊടുത്തു. ആ കമ്മിറ്റി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയ കമ്മിറ്റിയാണ്, സർക്കാർ നമ്മൾ തന്നെയല്ലേ, നമ്മളുണ്ടാക്കിയ കമ്മിറ്റിയാണ് ഈ വീടിൻ്റേത്. ഈ വീടിന് പണിയുന്ന അയാൾ തലകുത്തനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പണ്ടാണെങ്കിൽ വരമ്പത്ത് നിന്ന് നിലവിളിക്കാൻ, ചീത്ത വിളിക്കാൻ, ദേഷ്യപ്പെടാൻ ആൾക്കാർ. ഇപ്പോൾ ആണെങ്കിൽ പേപ്പറിലൂടെയും ചാനലിലൂടെയൊക്കെ പറയാം. കാരണം ഇനി കുറേ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതൊക്കെ പോകില്ലേ, ഈ ക്യാമറ എല്ലാം പോകും. ഇങ്ങനെ മുമ്പിൽ ക്യാമറ പോലും വെക്കില്ല നിങ്ങൾ കുറേ കഴിഞ്ഞാൽ. നിങ്ങൾ പോലും ആവശ്യമില്ല, നമ്മൾ ഹോളോഗ്രാഫിക് ഇമേജ് ആയിട്ട് വീട്ടിലേക്ക് വരും. അപ്പോൾ അപ്പോഴുണ്ടാവും ഇന്നത്തെ എല്ലാ വൃത്തികേടുകളും അന്നും ഉണ്ടാവും. മനുഷ്യൻ അപ്ഡേറ്റഡ് വേർഷൻ എല്ലാം വൃത്തികേടുകളൊക്കെ അന്നുമുണ്ട് ഇന്നുമുണ്ട്. സോ ഇനിയും എത്രയോ മുട്ടകൾ ആൾക്കാർ ഇടും. തീർച്ചയായിട്ടും എത്രയോ സർക്കാർ ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് വരും, മാറ്റേണ്ടി വരും. നമ്മളെ കുറ്റാണ്, നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് എവിടെ നമ്മുടെ പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ പലപ്പോഴും അനുഭവിച്ചു പോകും നമ്മൾ. എന്തിനാണ് ഒരു പോലീസുകാരൻ വന്നിട്ട് റോഡ് സൈഡിൽ നിന്നിട്ട് ഒരു വണ്ടി പിടിച്ചിട്ട് ചാവി ഊരുന്നത്? ആ മനോഭാവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് നിങ്ങൾ അവരെ കറക്റ്റ് ചെയ്യുക? എന്ത് പറഞ്ഞിട്ടാണ് കറക്റ്റ് ചെയ്യുക?
രാഷ്ട്രീയം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഇല്ല. മനുഷ്യൻ എന്നുള്ളൊരു കൺസെപ്റ്റ് പഠിക്കണ്ടേ? റോഡ് സൈഡിലേക്ക് ബൈക്കുമായിട്ട് പോകുന്ന ഒരാൾ ഒരു ട്രാഫിക് എന്തെങ്കിലും പോലീസുകാരൻ ചെക്ക് ചെയ്യാൻ അയാൾ എന്തിനാണ് ഊരുന്നത്? എന്താണ് എടുത്ത് പോകാനോ? അവൻ അഥവാ പോയാൽ തന്നെ അവനെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇപ്പോഴത്തെ ഇതിൽ. പണ്ടും എത്രയുണ്ട്. എൻ്റെ അച്ഛനോട് പണ്ടൊരു ടാക്സ് ഓഫീസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിൽ, വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു. നല്ല മനുഷ്യനാണ് എൻ്റെ അച്ഛൻ ഒരു ട്രക്ക് ഡ്രൈവറാണ്. ഈ ട്രക്ക് ഡ്രൈവറും അച്ഛനും വലിയ ഫ്രണ്ട്സാണ്. പക്ഷേ അച്ഛന് ഒരു ഇച്ചിരി സംശയമാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഒരു തവണ ഞാൻ അച്ഛൻ്റെ കൂടെ ലോറിയിൽ പോകുമ്പോൾ ഈ ടാക്സ് ഓഫീസർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ഛൻ കൊണ്ടേ വണ്ടി നിർത്തി. അപ്പോൾ ഈ ടാക്സ് ഓഫീസർ കണ്ടു. പേപ്പർ അച്ഛൻ ക്ലീനർ ഇതിന് പേപ്പറുമായിട്ട് പോയി ടാക്സ് കൊടുത്തു. അദ്ദേഹം നോക്കി പക്ഷെ അദ്ദേഹം നോക്കുന്നൊന്നുമില്ല. അദ്ദേഹം അച്ഛനോട് പറയാണ് പോയിക്കോളാൻ. അദ്ദേഹം അച്ഛനോട് പോയിക്കോളാൻ പറഞ്ഞ ശേഷം എന്ത് സംഭവിച്ചു? അവിടെ ഉണ്ടായിരുന്ന എല്ലാ വണ്ടികളും അയാൾ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അയാളുടെ മനോനില എന്താ? ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഒബ്സർവ് ചെയ്യുക ആൾക്കാരെ. എന്തുകൊണ്ടാവും എന്തൊക്കെയോ കാര്യങ്ങളുണ്ടാവും. മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഗതിയില്ല. പൊന്മുഴ താറാവിലെ പൊന്മുഴ തട്ടാൻ എന്ന് പറഞ്ഞ അതിന് എഗെയിൻസ്റ്റായിട്ട് കോടതിയിലേക്കോ ആരോ എന്തോ നോട്ടീസ് കൊടുത്തപ്പോൾ അത് ആ പടം ഒന്ന് കാണാനോ അത് എന്താണെന്ന് എന്നോട് വിളിച്ച് ചോദിച്ചൂടെ? എൻ്റെ അടുത്തൊരു ജഡ്ജോ അല്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റിൻ്റെ ആദ്യം പറഞ്ഞ അയാൾ പറയും പോയി പണി നോക്കാൻ പറയും അവരോട്. വിവരമുള്ള ഒരു ആൾക്കാർ ജഡ്ജാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവുന്ന ആയിരിക്കില്ലേ? അങ്ങനെ എത്രയോ പേരില്ലേ? എൻ്റെ അടുത്ത് സിന്ദൂരരേഖ എന്ന് പറഞ്ഞ പടത്തിൽ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ് അതിൽ കൊശവൻ എന്ന് വിളിക്കുന്നുണ്ട് അമ്മാവൻ. അതെടുത്താണ് നോക്കുന്നത്. ഞാൻ പറയും കൊശവൻ എന്താ? അങ്ങനെ ഒരു സമൂഹമുണ്ട്, കുശവ സമൂഹം. ഞാൻ പറയും കൊശവനല്ല, അത് കുശവയാണ്. കാ വേറെ, കോ വേറെ, കൂ വേറെ. അതെ, കൊശവൻ എന്ന് പറയുന്നത് കുശവൻ എന്ന് പറഞ്ഞ വ്യത്യാസമാണ്. കൊശവ എന്ന് പറയുന്നത് മിടുക്കെന്നൊരു മീനിങ് ഉണ്ട് കൊശവന്. ഇത് മലയാളം ഭാഷ പഠിപ്പിച്ചതെന്നതിൽ എനിക്ക് മിടുക്കെന്നുള്ള വ്യാകരണവും അതിൻ്റെ പരിഭാഷ അറിയാം. പക്ഷേ ഇത് ഞാൻ ഈ എങ്ങനെയാണ് സെൻസർ ഓഫീസർ പഠിപ്പിക്കുക? എൻ്റെ മാഷ വിളിച്ചുകൊണ്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ സാധുക്കളാണ്. ഞാൻ അങ്ങനെയാണ് കാണാം. ഇവരൊക്കെ കൈക്കൂലി വാങ്ങുന്ന ഓഫീസ് വരെ എൻ്റെ വിവരമില്ലാത്തതുകൊണ്ട് വാങ്ങുന്നതാണ്. അയാൾക്കല്ല നാളെ മറ്റന്നാൾ അയാൾ ചത്തുപോകുന്ന അയാൾക്ക് അറിയില്ല. അയാൾ വാങ്ങി വീഴ്ചയിലിട്ടിട്ട് കൊണ്ടുപോയി. പക്ഷേ അയാൾ 2 ദിവസം കഴിഞ്ഞാൽ ചത്തുപോകും. പിന്നെ എന്തിനത് വാങ്ങുന്നത് അയാൾ? നമ്മള് ഒന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും. നമുക്ക് ഒരു കട്ടിലൊരു മുറിയെ കുറിച്ച് സംസാരിക്കാം. അല്ല, എല്ലാ കഥകളുമാണ് കേൾക്കാൻ പറ്റിയ കഥകളാണ്. ഞാനിപ്പോ സംസാരിക്കുന്ന ഈ ഒരു കട്ടിലൊരു മുറിയെ പറ്റി തന്നെയാണ് വാസ്തവത്തില്. അല്ലെ, അതിലേക്ക് എത്തുന്നുണ്ട് നമ്മള്. നമ്മള് അത് തമ്മിലാണ് സംസാരിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇതിലെ സെൻസർ ബോർഡ് എന്തൊക്കെ ഇടപെട്ടായിരുന്നോ? അയ്യോ, എന്ന് സെൻസർ ബോർഡ് എന്ത് ഇടപെടണം? അവരെ നമ്മൾ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ സാറിന്റെ സിനിമകൾ സെൻസർ ബോർഡ് ഒന്നും കൂടെ ഇടപെടും ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ? അയ്യോ, അങ്ങനെയൊന്നും. സെൻസർ ബോർഡൊക്കെ ആവശ്യമാണ്. ആവശ്യത്തിന് അതില് വലിയ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ കുറെ ആളുകൾ കയറിയിരിപ്പുണ്ട്. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരോടും ദേഷ്യം തോന്നിയിട്ടില്ല ഇതുവരെ. ഒരു ദേഷ്യവും ഒന്നുമില്ല. ഒരുപക്ഷെ എനിക്ക് തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ടാവാം ചിലപ്പോൾ. എൻ്റെ ദേഹത്തേക്ക് ഒരു ന്യൂക്ലിയർ ബോംബ് വീഴാത്തതുകൊണ്ടാവാം, അറിയില്ല. പക്ഷേ എനിക്കിതൊക്കെ മനസ്സിലാവും, എനിക്കറിയാം, ഞാൻ ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ എനിക്ക് ദേഷ്യം തോന്നിയിട്ടില്ല ആരോടും. ദേഷ്യം തോന്നേണ്ട ആവശ്യം എന്താ ഉള്ളത്? എന്നെ കൊല്ലാനിപ്പോൾ ഒരാൾ വെടിവെച്ച് കൊല്ലാൻ വന്നാലും ഞാൻ ചോദിക്കാറുണ്ട് ബ്രാൻഡ് ഏതാണെന്ന്, തോക്കിൻ്റെ മോഡൽ ഏതാണെന്ന് ചോദിക്കും. വാങ്ങും, ചിലപ്പോൾ പഠിപ്പിച്ച് തരാമെന്ന് പറയും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മതിയെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കാണാറുണ്ട്, ചിന്തിക്കാറുണ്ട്. എന്തിനാണ് ഒരാൾ ദേഷ്യം തോന്നേണ്ട ആവശ്യം? തീർച്ചയായിട്ടും ആരോടും ദേഷ്യവും പരിമവും വേണ്ട. എന്തിനാണ്? എന്താ ഗുണമില്ലാത്ത സംഗതിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്തായാലും നമ്മൾ മരിക്കാനുള്ളതാണ്. മരിക്കുന്ന ഉറപ്പല്ലേ? നമ്മൾ തന്നെ ഇപ്പോൾ എത്ര വർഷം മരിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്തൊക്കെയോ ഓരോ വണ്ടി നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമോ? എത്രയോ പേര് വീട്ടിൽ വൈകുന്നേരം എത്തുന്നത് വേറെ എത്രയോ പേര് ബ്രേക്ക് ചവിട്ടി ഉണ്ടാകും മര്യാദക്ക്. അവരറിയുന്നില്ല, അവർ പോകും. അതുകൂടാതെ സോഷ്യൽ മീഡിയ കൊല്ലുന്നുണ്ട് ആളുകളെ. അല്ല, സോഷ്യൽ മീഡിയ ഒക്കെ വിട്ടേക്കും നിങ്ങൾ. ഞാൻ പറഞ്ഞത് റിയൽ ലൈഫിൽ റിയൽ ഇൻസിഡൻസ് എടുക്കുക നിങ്ങൾ. എത്ര കല്ലുകൾ, റോഡ് സൈഡിലെ കല്ലുകൾ ഇങ്ങനെയൊക്കെ എടുത്ത് ഡ്രൈവ് ചെയ്തൊക്കെ പോകുന്നില്ലേ? ആ ഭാഗത്തിൽ എത്ര കല്ലുകൾ പരസ്പരം കെട്ടിപ്പിടിച്ച് നിന്നിട്ട് മദ്യണ്ടാവണോ വീഴ്ത്തുണ്ടാവെന്ന് പറഞ്ഞ് നിന്നിട്ടില്ലേ അവൻ രക്ഷപ്പെട്ടു പോകുന്നത്? അത് ഏതെങ്കിലും ഒരു കല്ല്, ഏതെങ്കിലും ഒരു പാറക്കുട്ടി ഒന്ന് ഇളകി കൊടുത്ത് അവൻ അടിയിലേക്ക് പോകില്ലേ? ഇങ്ങനെ ചിന്തിച്ച് നോക്കിക്കൂടെ? ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സംഭവിക്കുന്നുണ്ടല്ലോ. നമുക്കൊന്ന് ഇരിക്കണമെന്ന് അല്ലേ? നമുക്കൊന്ന് ഇരിക്കണം.
എന്തിന് കുറേ ചോദിക്കാനുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പോൾ ഒരു കട്ടിലൊരു മുറിയിലേക്ക് വന്നോളൂ. അതിലേക്ക് തിരിച്ചു വരുവാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഇപ്പം സിനിമകളിൽ ഒരു വസന്തകാലമാണ് അല്ലേ, സിനിമകളിലെ വസന്തകാലം എന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു വസന്തകാലമാണ്. ഇപ്പം പൂർണ്ണിമ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഏപ്രിൽ മാസം കുടുംബത്തിൽ നിന്നും 3 സിനിമകൾ ഒരേപോലെ ഓടാൻ പോവാണ്. അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. പൃഥ്വിൻ്റെ പടം, നമ്മുടെ മാരുവിൽ ഗോപുരം, ഈ പടം. അപ്പം ഫാമിലിയിൽ നിന്ന് 3 സിനിമ ഓരോ ആഴ്ചയിലും മാറി മാറി വരാൻ പോവാണ്. അത് എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. എങ്ങനെയാണ് അതൊന്ന് പറയും? ഹായ്, കേൾക്കാൻ എന്ത് രസമുണ്ടല്ലേ? അല്ല സത്യമല്ല ഞാൻ പറഞ്ഞു. പൂങ്കുലയിൽ 3 പൂക്കൾ എന്നൊക്കെ പറഞ്ഞ മാതിരി ഭയങ്കര സന്തോഷമാണ് കേട്ടത്. താങ്ക് യു കേട്ടോ. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതെനിക്ക് അത് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് അതിനുള്ള ഉത്തരം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ മൊമെൻറ്റിൽ ഞാൻ ജീവിക്കുന്നു ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എല്ലാ സിനിമകളും ഈ പറഞ്ഞ പോലെ കലാകാരന്മാർ നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബത്തിൽ താമസിക്കുന്നു, എല്ലാവരും ഇൻഡിവിജ്വലി അവരുടേതായ സിനിമകൾ ചെയ്യുന്നു, അതെല്ലാം ഒരേ സമയത്ത് ഇറങ്ങുന്നു എന്നൊരു കോയിൻസിഡൻസ് ആണ്. പക്ഷേ ഇതിലെല്ലാവരും പ്രോപ്പറായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും എഫേർട്ട് അവരുടേതായ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അതിൻ്റെ പരിസമാപ്തി ഏറ്റവും നല്ല രീതിയിലാവണം എന്നതാണ് കൂടുതൽ സന്തോഷം തരുന്ന കാര്യം. ഒരുമിച്ച് ഇറങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ഈ പറയുമ്പോൾ കേൾക്കാനൊരു സന്തോഷമൊക്കെ ഉണ്ട്. ഏറ്റവും നന്നായി ആ 3 സിനിമയും ഓടട്ടെ. അത് ഓടുമ്പോഴാണല്ലോ ആ സന്തോഷം അത് ഇരട്ടിക്കുന്നത്. 3 സിനിമയ്ക്കും സ്പേസ് ഉണ്ടോ ഇപ്പം? തീർച്ചയായിട്ടും. ഇന്ന് മലയാള സിനിമയ്ക്ക് ഉള്ള ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. നമ്മുടെ സിനിമയിൽ എല്ലാ സിനിമകളും വിവിധ തര സിനിമകൾ വരുന്നുണ്ട്. ബ്രഹ്മയുഗം ഓടുമ്പോൾ ആടുജീവിതവും ഓടുന്നുണ്ട്, പ്രേമലു ഓടുന്നുണ്ട്, മഞ്ഞുമൽ ബോയ്സ് ഓടുന്നുണ്ട്, പലതരം 4 സിനിമകൾ 4 ജോണറല്ലേ. അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൈയും നീട്ടി സ്വീകരിച്ച് അതിനെ വൻ വിജയമാക്കുന്ന പ്രേക്ഷക ജനതയാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പം അത് ഒരു കലാരംഗത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലേ അത്. അപ്പം ആ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റി, ആ കാലഘട്ടത്തിലൊരു ഭാഗമാകാൻ പറ്റി ഈ സിനിമയിലൂടെ എന്നൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. 12-ാം തീയതിയാണ് ഇന്ദ്രജിത്തിന്റെ പടം ഇറങ്ങുന്നത്. ഞാൻ കണ്ട വ്യക്തിയും കൂടി ആയതുകൊണ്ട് പറഞ്ഞു, ഗംഭീരമായിട്ട് ചെയ്തു വെച്ചാണ്. നമുക്ക് മനസ്സിന് സന്തോഷം പോരുന്ന രീതിക്കുള്ള ഒരു അഭിനയ മുഹൂർത്തമാണ് അതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. അത് മാറ്റമൊന്നുമില്ല. ആടുജീവിതമാണ് വേറെ ജേണലിൽ പഠിച്ചിരിക്കുന്നത്, ഇത് വേറെ രീതിക്ക്. അതൊക്കെ 3 സിനിമ വരുമ്പോഴാണ് നമ്മൾ ഈ പ്രഷർ ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോഴായിരിക്കും കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. 3 പേരുടെയും സിനിമ ഒറ്റ മാസത്തിൽ ഓടാൻ പോവുകയാണ്. ഇനി ഈ പറഞ്ഞ പ്രഷറാണ് ഏറ്റവും ഒരു മാറ്റമില്ല. തീർച്ചയായിട്ടും അവരാണത് കണ്ട് പറയേണ്ടത്. ഇങ്ങനെ സംസാരിച്ചിരുന്നു, ഇങ്ങനെ ഈ ഒരു ടോക്ക് വന്നിരുന്നു? ഇല്ല, വന്നിട്ടില്ല. ഇനി എല്ലാവരും വീട്ടിൽ നിന്ന് ഏത് സിനിമയ്ക്ക് കാരണം തീരുമാനിച്ചിട്ടില്ലല്ലോ ഡേറ്റ്സുകൾ. ഇപ്പം മാലിവില്യൻ ഗോപുരങ്ങൾ ഇപ്പോഴാണ് തീരുമാനിക്കുന്നത്. നമ്മുടെയും ഈ മാസം അവസാനമാണെന്ന് പറയുന്നു. പക്ഷെ ആയി വരട്ടെ, ആ സിനിമകളെല്ലാം ഇറങ്ങി സിനിമകൾ നല്ല വിജയങ്ങളാവട്ടെ. നമുക്കെല്ലാവർക്കും മനസ്സിലാഗ്രഹിക്കുന്ന വിജയങ്ങൾ കൈവരിക്കാൻ പറ്റുമ്പോഴാണല്ലോ അത് പരിസമാപ്തിയിലെത്തുക അല്ലേ സർ? തീർച്ചയായും. ഇപ്പം ഈ കഥാപാത്രത്തിൽ കുറേ മറ്റാളുകളൊക്കെ ഉണ്ട് അല്ലേ? മറ്റാളുകൾ ഇപ്പം നമുക്കറിയാം, കടകൻ സിനിമയിൽ നിന്നും ഹക്കീമിൻ്റെ നാട്ടുകാരനും കൂടെയാണ്. ഞങ്ങൾ തൊടുപുഴക്കാരാണ്. ഹക്കീമാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രം ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ലൊക്കേഷൻ്റെ ഇവരെ ഈ നേരത്തെ പറഞ്ഞ പഴയതും പുതിയതൊന്നുമില്ല, എല്ലാവരും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ 2024 പുതിയ ആളാണ് എന്ന് പറഞ്ഞ ന്യൂജനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ? സാറ് രാവിലെ സെറ്റിൽ വരുമ്പോൾ ഹലോ പുതിയ ഞാൻ എന്ന് പറയാ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഞാൻ പറഞ്ഞു ഒരു ടെൻഷനും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് പോയിട്ടുള്ള വർക്കാണ്. അധികം ആളും ബഹളവും ഒന്നുമില്ല. കുറച്ചൊരു ചെറിയ സെറ്റ്. രാവിലെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നത് വരെ നമ്മളെല്ലാവരും അതേ ക്യാരക്ടേഴ്സും ആ വേവ് ലെങ്ത്തും അതേ ആ കഥാപാത്രങ്ങളുടെ യൂണിവേഴ്സിലുള്ള കുറേ ആൾക്കാരെന്ന രീതിയിലാണ് സഞ്ചരിച്ചു വരുന്നത്. ഒരു ബഹളവും അങ്ങനത്തെ ഒന്നുമില്ല. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി എഫേർട്ട്ലെസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. പിന്നെ ഫുൾ ടൈം സാർ സെറ്റിലുണ്ട്. സാർ രാവിലെ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ആ മൂഡ് പോവും. എപ്പോൾ വരും ചോദിക്കും ഞാൻ. സാറ് വന്നു കഴിഞ്ഞാലാണ് ഒരു രസം എല്ലാവർക്കും വർക്ക് ചെയ്യാൻ. പക്ഷെ അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറയാം, ചെറിയ സെറ്റ് ആകുമ്പോൾ അതുകൊണ്ട് തന്നെയുള്ള ഗുണങ്ങളും ഏറെയാണ് അല്ലേ? അപ്പോൾ ചെറിയ വീടിൻ്റെ കംഫർട്ട് കൂടുതലാണെന്ന് പറയുന്ന പോലെ ചെറിയ സെറ്റുകളാകുമ്പോൾ ഗുണങ്ങൾ ഏറെ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തന്നെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്ത്. പിന്നെ അക്കമ്മയുടെ വീട്ടിനുള്ളിൽ സീൻസാണ് കൂടുതലും എനിക്ക് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ യൂണിവേഴ്സ് പോലെ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ചിന്തകൾ, അവരുടെ ലോകത്തുള്ള കുറച്ച് ആൾക്കാർ, ആ ആൾക്കാരെ കാണുന്ന രീതികൾ എല്ലാം അക്കമ്മയുടേതായിട്ടുള്ളൊരു അപ്രോച്ചാണ്. ആ അക്കമ്മയുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ആൾക്കാർ അതേ അപ്രോച്ചിലേക്ക് വരികയാണ്.
മനസ്സിലായില്ലേ? അക്കമ്മ ജീവിതത്തെ കാണുന്ന അതേ കാഴ്ചപ്പാടിലൂടെയാണ് അവരും ജീവിതത്തെ പിന്നെ കാണുന്നത്, അല്ലേ സർ? അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എഫേർട്ട്ലെസ് ആയിരുന്നു ആക്ച്വലി. എൻജോയ് ചെയ്ത് കാമായിട്ട് പീസ്ഫുള്ളായിട്ട് പോയ കുറച്ച് ദിവസങ്ങളാണത്. ഓർക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നുക. അല്ല, നമ്മളിപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ നാളുകളായി ഒരു എടുത്ത് അല്ലേ, ഒരു തുറമുഖം അല്ലേ, അതാണ് ലാസ്റ്റ് ഒരു വർഷം. അതെ, മലയാളത്തിൽ ചെയ്ത അവസാനം. അതെ, കറക്റ്റ് ഒരു വർഷമായി. അതിനുശേഷമാണ് സിനിമകൾ സെലക്ട് ചെയ്യുന്നുണ്ടോ? സിനിമകൾ സ്ക്രിപ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷെ എല്ലാം ഈ പറഞ്ഞ പോലെ ഒത്തു വരണമല്ലോ. ഈ പറഞ്ഞ സാഹചര്യം, ഷൂട്ടിംഗ് ചെയ്യാനുള്ള സമയം, സ്കെഡ്യൂള്, പിന്നെ നമുക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെടണം, ആ ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഞാൻ ആ കഥാപാത്രത്തിന് സിനിമയിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവണം. പിന്നെയല്ലേ നമ്മൾ ചെയ്താൽ എന്തെങ്കിലും നമുക്ക് അതിനുള്ളൊരു എന്തെങ്കിലും എഫേർട്ട് എടുക്കാൻ പറ്റുള്ളൂ. കഥാപാത്രത്തിന് കഥയിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ നമുക്കതിൽ കാര്യമില്ല. അപ്പം അതുപോലെ എല്ലാ ചേരുവകളും ഒത്തു വരണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈ ചെയ്തു വരുന്ന സിനിമകളിൽ ഇത്രയും ഗ്യാപ്പ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ മലയാള സിനിമയുടെ കാലഘട്ടത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിലൂടെ നല്ല സിനിമകൾ കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഈ വിജയം. എല്ലാ സിനിമകളും പലതരം സിനിമകൾ വിജയിക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലത്തെ കൂടുതൽ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കൂടുതൽ കഥാപാത്രങ്ങൾ എന്നെ വന്ന് ചേരും എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷേ സൈമൾട്ടേനിയസ്ലി ഞാൻ മറുഭാഷയിൽ വേറെ 2 വർക്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിയാണ്, ഈ പറഞ്ഞ പോലെ ബിസിനസ്സും വീടും കാര്യങ്ങളെല്ലാം ആയിട്ട്. പക്ഷെ ചെയ്ത കഥാപാത്രങ്ങൾ നമുക്ക് ഇതേപോലെ സംസാരിക്കാനും മനസ്സിൽ ഓർത്ത് വെക്കാനും ജനങ്ങൾക്ക് തിരിച്ച് നമ്മളോട് വന്ന് കണക്ട് ചെയ്യാനും പറ്റുന്ന കഥാപാത്രങ്ങളാകണം എന്നൊരാഗ്രഹം മാത്രമാണ് പ്രധാനമായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. ആടുജീവിതം കണ്ടിരുന്നോ? തീർച്ചയായും. എങ്ങനെ തോന്നി കണ്ടു കഴിഞ്ഞു? തീർച്ചയായും എനിക്ക് ആടുജീവിതം എന്ന് പറയുന്നത് ഞാൻ പ്രേക്ഷകയായി കണ്ടത് മാത്രമല്ല, തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലൊരു ഇപ്പം പൃഥ്വിയുടെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കുടുംബാംഗമായിട്ട് കൂടെ കാണുള്ളൂ. അപ്പോൾ 2 യാത്രകളെയാണ് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത് അവിടെ, അല്ലേ? ഒരു സിനിമ അതിൻ്റെ ഇനീഷ്യൽ ഒരു ഫോമിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വിഷ്വലി അതിനെ ആ സിനിമ ആ പുസ്തകത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ശ്രമിച്ചുകൊണ്ട് ഒരു കൂട്ടം സിനിമയിലെ കലാകാരന്മാർ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒരു യാത്രയുണ്ട്. അതല്ലാതെ രാജുവിൻ്റെ ഒരു യാത്രയുണ്ട്, പൃഥ്വിരാജിൽ നിന്നും നജീബാകുന്ന ഒരു യാത്ര. അത് രണ്ടും വിറ്റ്നസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാനപ്പം. എൻ്റെ അത് കാണാനുള്ള അപ്രോച്ചും വേറെ തന്നെയാണ്. ഞാൻ സിനിമയിൽ നജീബിനെയാണ് കണ്ടത്, തീർച്ചയായിട്ടും. പൃഥ്വിനെ ഞാൻ കണ്ടിട്ടില്ല. അത് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു കലാകാരൻ ആഗ്രഹിക്കുന്നതും അതാണ്. എൻ്റെ സിനിമ എല്ലാവരും കാണാൻ വരുമ്പോൾ നിങ്ങൾ പൂർണ്ണ ഇന്ദ്രത്തിനല്ല അക്കമ്മനെ കണ്ടു എന്ന് പറയുന്നതാണ് ഞാൻ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അപ്പം ഞാൻ നജീബിനെയാണ് സിനിമയിലുടനീളം കണ്ടതും. അത് നജീബിൻ്റെ കഥ മനസ്സിൽ മലയാളക്കരയിൽ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്. അതൊരു നൊമ്പരം എന്ന് പറഞ്ഞാൽ പോലെ അത് ശരിക്കും നടന്ന ഒരു കഥയാണ്. ഒരു മനുഷ്യൻ ജീവിച്ച യാതനയാണ് നമ്മൾ കണ്ടത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലൊരു നൊമ്പരം എല്ലാവർക്കും ഉണ്ടാവും, അല്ലേ? അതുതന്നെയാണ് നജീബിൻ്റെ കഥയിൽ. നജീബിനെ കാണുമ്പോഴും സിനിമയിലൂടെ ഞാൻ നജീബിനെ അത് നമുക്ക് മനസ്സിൽ ഗ്രഹിക്കാൻ പറ്റുന്ന ആ മൊമെൻറ്റ്സും. പുസ്തകവും വായിച്ചിട്ടുണ്ട് ആക്ച്വലി, ഇംഗ്ലീഷ് വേർഷനും മലയാളം വേർഷനും. കാരണം മലയാളം വായിച്ചു കഴിഞ്ഞ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് വേർഷൻ എടുക്കുന്നത്. അപ്പോൾ അത് മോള് ഗുഡ് ലൈഫ് വായിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അവൾ കുറച്ച് ദിവസം ഭയങ്കര ഡെസ്പായിരുന്നു. അത് വായിച്ചത് ഇത്ര നേരത്തെയാണ്. അത് ശരി, ഞാൻ അനിയനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ അവൾ ഗുഡ് ലൈഫ് വായിക്കണ്ടല്ലോ, അവൾ ഇത്തിരി നേരത്തെ ആണോ വായിക്കണേന്നൊക്കെ ഞങ്ങളിങ്ങനെ. പക്ഷെ അവൾ എന്തായാലും വായിക്കാൻ തീരുമാനിച്ചിട്ടാണ് എടുത്തത്, പൃഥ്വി കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആക്ച്വലി. പക്ഷെ അതിനുശേഷം സംസാരിച്ചപ്പോഴാണ് എനിക്കത് അവളുടെ കുറേ പെർസെപ്ഷനിലൂടെ ഞാൻ ആ ബുക്ക് വീണ്ടും മനസ്സിലാക്കി. അപ്പോൾ എനിക്കത് ഗുഡ് ലൈഫ് ഇംഗ്ലീഷിലൊന്ന് വായിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ്. പക്ഷെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സിനിമ കയ്യിൽ വന്ന് വീഴുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്. എത്രയോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എത്രയോ കാലം സിനിമയിലുള്ള ആക്ടേഴ്സിന് പോലും കിട്ടാത്തൊരു ഭാഗ്യമാണ്. ഒന്ന് ട്രൂ സ്റ്റോറി, അതിൻ്റെ രണ്ടാമത്തെ കാര്യം തുടക്കം തൊട്ട് ഒടുക്കം വരെ സിനിമ മൊത്തം നമ്മുടെ തോളിലാണല്ലേ. പിന്നെ അത് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ടീം നമ്മൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത്, അത് കുറച്ച് സമയം എടുത്താൽ പോലും അത് കംപ്ലീഷനിലെത്തുക എന്ന് പറയുന്നത്, അതിനുശേഷം ജനങ്ങളത് സ്വീകരിക്കുക എന്ന് പറയുന്നത്, അപ്പോൾ ഇതെല്ലാം ഡെസ്റ്റിൻഡാണ്. അതിപ്പോൾ ആ ഒരു യാത്ര കാണാൻ ഭയങ്കര സോൾഫുള്ളാണ് ആ യാത്ര.
തീർച്ചയായിട്ടും അങ്ങനെയാണ് സിനിമകൾ നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ നജീബിനെയാണ് കാണാൻ പോകേണ്ടത്. ഇപ്പം ഈ സിനിമയിൽ നമ്മൾ അക്കമ്മയാണ് കാണാൻ പോകേണ്ടത്. നമ്മൾ അങ്ങനെ കഥാപാത്രങ്ങളെയാണ് നമ്മൾ കാണേണ്ടത്, അല്ല ഒരു വ്യക്തിയിലേക്ക് മാത്രം പോകരുത്. അത് കൃത്യമായ വാക്കാണ്, വ്യക്തിയല്ല അവിടെ കഥാപാത്രമാണ് എന്നും ജീവൻ നൽകുന്നത്. ആ സിനിമയ്ക്ക് ജീവൻ നൽകുന്ന കഥാപാത്രമാണ്. നേരത്തെ പറഞ്ഞാലേ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആ കഥാപാത്രം വേണം സംസാരിക്കാൻ. പ്രേക്ഷകർ കൊള്ളാം, അക്കമ്മ കൊള്ളാം, അവിടെ പറയേണ്ടത് അങ്ങനെയാണ് പറയേണ്ടത്. ആ ഒരു പോയിന്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയാണ് സിനിമയെ കാണുന്നതും. അപ്പം സാറേ നമുക്ക് കുറേ സംസാരിക്കാൻ സമയക്കുറവുള്ളതുകൊണ്ട് നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടേ നമ്മുടെ പി ആർ വന്നിട്ട് അവിടെ നിന്ന് കൈ കാണിക്കാൻ കുറേ കുറെ കഴിഞ്ഞാൽ കയ്യും കാലും അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലേക്ക് പോകും, ബോധം കൊണ്ട് വീഴൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് നിർത്താം. അതെ കേട്ടോ. അപ്പോൾ എല്ലാ സന്തോഷവും, ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. നേരത്തെ പറഞ്ഞ ഇരിക്കാനൊന്ന് ഇരുന്നോ എന്ന് പറഞ്ഞില്ല, ഞാൻ അവിടെ ഇരുന്നു പോയി. നന്നായി വരട്ടെ, എല്ലാ ആശംസകളും അനുഗ്രഹിച്ചേക്കണം. നിങ്ങളും വിജയിക്കട്ടെ ജീവിതത്തിൽ എപ്പോഴും. തീർച്ചയായിട്ടും വരട്ടെ. നമ്മുടെ സിനിമ വിജയിക്കുന്ന പോലെ നിങ്ങളും വിജയിക്കും. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. സൂപ്പർ ഹിറ്റ് ആവും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. സിനിമയുടെ 100-ാം ദിവസം 50-ാം ദിവസം ആഘോഷിക്കാനുള്ള ഭാഗം നമുക്ക് ദൈവം തരട്ടെ. ജീവിതം സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ.